അബൂ ലഹബ് എങ്ങനെ മരിച്ചെന്ന് പറ. അബൂ ലഹബ് എങ്ങനെ മരിക്കട്ടെ? മരിച്ചു. എങ്ങനെ മരിച്ചെന്ന് പറയേ. അയാള് മരിച്ചു. എങ്ങനെ മരിച്ചു? അങ്ങനെയല്ല. അബൂ ലഹബ് എങ്ങനെയാ മരിച്ചത്? ഹലോ, അബൂ ലഹബ് എങ്ങനെ മരിച്ചെന്ന് പറയേ. അയാൾ മരണപ്പെട്ടു. എങ്ങനെ മരിച്ചു? ഈ പടച്ചോൻ പറഞ്ഞ മാതിരി പ്രാഗിയ മാതിരിയാണോ അബൂ ലഹബ് മരിച്ചത്? അങ്ങനെയല്ല. അബൂ ലഹബിനെ തലക്കടിച്ച് കൊല്ലുക ചെയ്തത്. അപ്പൊ നിങ്ങൾ പറയൂ. അപ്പൊ അവിടെ നിങ്ങൾ ഈ പറയുന്ന സാധനം പൊളിയുന്നതല്ലേ കാണുന്നത്? ഈ പ്രവചനം പൊളിഞ്ഞു. ഈ പറയുന്ന ശാപം പോലും ഫലിച്ചില്ല. പടച്ചോൻ പറഞ്ഞ ശാപം പോലും വെറുതെ വെള്ളത്തിൽ വരച്ച വര പോലെ അതിലുണ്ടായത്. എന്നാൽ ഞാൻ ഇറക്കിയ സൂറത്ത് എങ്ങനെയാണോ, എന്തെല്ലാം നല്ല നല്ല കാര്യങ്ങളാണ് ഞാൻ അതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത്. കേൾക്കൂ 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 ഞാൻ എന്തെല്ലാം നല്ല കാര്യങ്ങളാണ് ഞാൻ ഉണ്ടാക്കിയ സൂറത്തിൽ ഉള്ളത് എന്ന് നിങ്ങൾക്ക് കേൾക്കണോ? എന്തെല്ലാമാണ് ഞാൻ എഴുതി വെച്ചിരിക്കുന്നത്? എത്ര മഹത്തരമായ കാര്യങ്ങളാണ് എന്റെ സൂറത്തിലുള്ളത്. അംഗീകരിക്കുന്നുണ്ട്. ആയിരുന്നോ? അതെ, നമുക്ക് ഇവിടെ ഒരു വോട്ട്. ഇതിപ്പോൾ ലൈവ് ആണല്ലോ. ഏതായാലും നാട്ടുകാരോട് നമുക്ക് ചോദിക്കാം. ഞാനിത് ഇവിടെ ചോദിക്കുകയാണ് ഒരു കാര്യം. ഭൂമി ഉരുണ്ടത് തന്നെയാകുന്നു. ഇതാണ് ഞാൻ ഇതിനകത്ത് എഴുതിയിരിക്കുന്നത്. ഈ കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾ നോക്കുക ഇപ്പോൾ ലൈവിൽ. അപ്പോൾ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, ഭൂമി ഉരുണ്ടത് തന്നെയാകുന്നു എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റാണ് എൻ്റെ സൂറത്തിൽ ഞാൻ എഴുതി വെച്ചിരിക്കുന്നത്. ഇതിനോട് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? ഇതിനെ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ ഇല്ല? ഇത് നിങ്ങൾ യോജിക്കുന്നുണ്ടോ അല്ലേ? ഒന്ന് കമൻറ്റിൽ രേഖപ്പെടുത്തൂ. യെസ് വി അഗ്രി. ഇത് കമൻറ്റുകൾ വന്നു തുടങ്ങി. 100 കണക്കിന് ആളുകൾ അവിടെ കമൻറ്റ് ഇടുകയാണ് അവർ അംഗീകരിക്കുന്നു എന്ന്. അതിൽ അപ്പം നിങ്ങൾ പറയും ഇത് അംഗീകരിച്ചു. ഇനി അടുത്തത് എന്താണ്? മുൻപ് ഭൂമി പരന്നതായി നിങ്ങളോട് നാം പറഞ്ഞത് നിങ്ങൾക്കുള്ളൊരു പരീക്ഷണമായിക്കൊണ്ടാണ്. ഭൂമി പരന്നതാണെന്നാണ് ഖുറാനിൽ എഴുതി വെച്ചിരിക്കുന്നത്. അത് പലക പോലെ പരത്തി മറ്റേ വിരിപ്പ് പോലെ വിരിച്ചു. പിന്നെ ഇഞ്ചാതി തരത്തിലാണ് സാധനങ്ങൾ എഴുതി വെച്ചിരിക്കുന്നത്. ഇത് നാട്ടുകാർ അംഗീകരിക്കുന്നുണ്ട്. അതെ, അവിടെ കമന്റാണ് യെസ്. അതും അംഗീകരിക്കുന്നു. ആളുകൾ അംഗീകരിക്കുകയാണ്. കേൾക്കൂ. ഇനി അടുത്തത് പ്രിയ വിശ്വാസികളെ, നിങ്ങൾ അറിയുക, കാലാവസ്ഥാ വ്യതിയാനം എന്നതിൽ പടച്ചോന് യാതൊരു പങ്കുമില്ല. അത് നിങ്ങൾ പ്രകൃതിയെ ചൂഷണം ചെയ്യുന്നത് നിർത്താത്ത കാലത്തോളം അത് സംഭവിക്കുക തന്നെ ചെയ്യും. അപ്പോൾ നിങ്ങൾ പറയും ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുന്ന വിഷയം അതൊരു വലിയ പ്രശ്നമാണോ അല്ലേ? നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? ക്ലൈമറ്റ് ചേഞ്ച് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? ക്ലൈമറ്റ് ചേഞ്ച്, പ്രകൃതി വ്യതിയാനം എന്ന് പറയുന്ന എന്താണ്, കാലാവസ്ഥാ വ്യതിയാനം എന്ന് പറയുന്ന സാധനത്തെ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? അതൊരു നടക്കുന്ന കാര്യമാണോ? കാലാവസ്ഥാ വ്യതിയാനം എന്ന് പറയുന്ന ഒരു പ്രതിഭാസം, ആ പ്രതിഭാസത്തെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ? എന്താണ് ആ സാധനം? നമ്മൾ സ്വയം വിലയിരുത്തിക്കൂടെ? അതെന്താ സാധനം എന്ന് പറയൂ പ്രിയപ്പെട്ട കോയ. മോനെ ചോദിച്ചതിന് ഉത്തരം പറയൂ.